ഗുഡ് ഈവനിങ് ഓൾ, ദിസ് സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഈ വർഷത്തിലെ രണ്ടാമത്തെ ദിവസം അതിഗംഭീരമായ രീതിയിൽ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി 50-യിൽ ഓൾമോസ്റ്റ് 48 കമ്പനീസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇൻഡെക്സ് ഹെവി വെയിറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ മുന്നോട്ടുള്ള ഒരു പ്രയാണമാണ് നിഫ്റ്റിക്ക് ഇന്ന് നല്ലൊരു ഗെയിൻ കിട്ടിയത്. കഴിഞ്ഞ തുടർച്ചയായി മാരുതിയാണ് ലീഡ് ചെയ്യുന്നത്. മാരുതി ഇന്നും 5% റാലി രേഖപ്പെടുത്തി. ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് മാരുതി മാത്രമല്ല, ഇന്ന് ഐഷർ മോട്ടോഴ്സും ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. ഐഷർ മോട്ടോഴ്സിന്റെ എൻഫീൽഡിനെല്ലാം തന്നെ വിൽപ്പന ക്രമാതീതമായിട്ട് ഉയർന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ IT കമ്പനീസ് നമ്മൾ കണ്ടിരുന്നു. അസഞ്ചറിന്റെ എല്ലാം തന്നെ ആ ഒരു റവന്യൂ ഫോർകാസ്റ്റ് ഇന്ത്യൻ IT കമ്പനീസിൽ പോസിറ്റീവായിട്ട് റിഫ്ലക്ട് ഇതുവരെ ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്നും IT കമ്പനീസും ഈ ഒരു റാലിയിൽ പങ്കെടുത്തു. എസ്പെഷ്യലി ഇൻഫോസിസ് എല്ലാം തന്നെ നിഫ്റ്റിയുടെ 73 പോയിന്റ് ഇൻഫോസിസിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആണുള്ളത്. കൂടാതെ മറ്റൊരു ഘടകവും കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് GST കളക്ഷൻ, ഹയർ GST കളക്ഷൻ ആണ് ഉണ്ടായിരുന്നത്. കൂടാതെ ഈ ബഡ്ജറ്റ് തുടങ്ങിയാണ്. അതിന് മുന്നോടിയായിട്ട് ഈ ടാക്സ് പുതിയ റെജീമാണ് ഗവൺമെന്റ് കുറച്ചും കൂടി പ്രോത്സാഹിപ്പിക്കുന്നത്. പുതിയ റെജീമിൽ കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഇൻക്ലൂഡ് ആക്കുമെന്നുള്ളൊരു ആ ഒരു കമന്റും ഇന്ന് മാർക്കറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് കാരണമായിട്ടുണ്ട്. ബജാജ് ട്വിൻസ്, ബജാജ് ഫിനാൻസും ബജാജ് ഫിൻസർവും സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തു. അതും നിഫ്റ്റിയുടെ റാലിക്ക് ഈ ഒരു ബജാജ് ട്വിൻസ് ഇന്ന് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. റോക്കറ്റ് പോലെ പാനു മുകളിലേക്ക് നിഫ്റ്റി ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ഒരു കളക്ഷനും കണ്ടില്ല. സ്ട്രൈറ്റ് അവേ ഇന്നത്തെ ലോയിൽ നിന്ന് 478 പോയിന്റിന്റെ ഒരു ഗെയിനാണ് നിഫ്റ്റി ഉണ്ടാക്കിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റിയിൽ ഐഷർ മോട്ടോഴ്സ്, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, മാരുതി, ശ്രീറാം ഫിനാൻസ് തുടങ്ങിയ കമ്പനീസ് 5 മുതൽ, ഐഷർ മോട്ടോഴ്സ് എല്ലാം തന്നെ 9% റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി 50-യിൽ 2 കമ്പനീസ് മാത്രമാണ് ക്ലോസ് നെഗറ്റീവിലായിട്ടുള്ളത്, സൺഫാർമയും ബ്രിട്ടാനിയയും. കൂടാതെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ വീണ്ടും തിരികെ എത്തി. $3,300 ഉയർന്നു. 96,000 ആണ് ബിറ്റ്കോയിന്റെ സ്പോട്ട്. ബ്രന്റ് ഓയിൽ തൊട്ട് താഴെ. മൂന്നാമത് കാണാം ഗോൾഡും ഉയർന്നു. ഗോൾഡും $20 പെർ ഔൺസിന് ഉയർന്നു. ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ $2,644 പെർ ഔൺസിനാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ പൊതുവെ ഓൾമോസ്റ്റ് ക്ലോസ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഒരു ഏഷ്യൻ മാർക്കറ്റിന്റെയും പിന്തുണയില്ലാതെയാണ് നിഫ്റ്റി ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തിയത്. പക്ഷേ യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവാണ് ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചറും പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് കിടക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് ലോകത്തിലെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, കുറഞ്ഞ ഫീസിൽ. ഇനിയിപ്പോൾ കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ വന്നിരുന്ന് പഠിക്കണമെങ്കിൽ അതിനും ഓപ്ഷനുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് കമന്റിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോഴ്സ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. ഇനി സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യം ഫോഴ്സ് മോട്ടോഴ്സ് ആണ്. UP സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ആംബുലൻസിന്റെ ഓർഡർ ലഭിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഫോഴ്സ് മോട്ടോഴ്സ് ഇന്ന് റാലി രേഖപ്പെടുത്തിയത്. വിഷ്ണു പ്രകാശ് പുങ്കാല കമ്പനി നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. രാജസ്ഥാൻ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് റോഡ് കൺസ്ട്രക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഓർഡർ ഇവർക്ക് ലഭിച്ചു. ഡിവിസ് ലാബ് ഇവരുടെ ഗ്രീൻഫീൽഡ് പ്രൊജക്ട്, ആന്ധ്രാപ്രദേശിലുള്ള ഇവരുടെ ഗ്രീൻഫീൽഡ് പ്രൊജക്ടിന്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. വാരി എഞ്ചിനീയറിംഗ് കമ്പനി 150 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള സോളാർ മൊഡ്യൂൾസ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡർ കിട്ടി. TVS മോട്ടോഴ്സ് സെയിൽസ് 7% അപ്സൈഡ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് 79% അപ്സൈഡ്. TVS മോട്ടോഴ്സിന് EV ബൈക്കുകളെല്ലാം തന്നെ ഉണ്ട്. കൂടാതെ തന്നെ എൻടോർക്ക് എന്ന് പറയുന്ന ബൈക്കൊക്കെ ഇവരുടെ പ്രസിദ്ധമാണ്. PNB പഞ്ചാബ് നാഷണൽ ബാങ്ക് ഡെപ്പോസിറ്റ് 14% ഉയർന്നു. ഹൈടെക് പൈപ്പ് കമ്പനി 3.5% ഉയർന്നു. ഇവരുടെ സെയിൽസ് വോളിയം തേർഡ് ക്വാർട്ടറിൽ ഹൈ സെയിൽസ് വോളിയം കരസ്ഥമാക്കി. ജുപ്പിറ്റർ ലൈഫ് ഹോസ്പിറ്റൽ ചെയിൻ ആണ്. ഇവരുടെ ഹോസ്പിറ്റൽ ബെഡ് കപ്പാസിറ്റി ഡബിൾ ആക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഓല ഇലക്ട്രിക് കമ്പനി ഇവര് 2 വീലർ മേക്കേഴ്സ് ആണ്. ഇവര് 4 വീലർ EV ഇവര് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. ഗോവ കാർബൺ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇവിടെ ഗോവയിലുള്ള പ്ലാന്റ് ടെമ്പററി ഷട്ട് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇവരുടെ പ്രവർത്തനം പുനരാരംഭിച്ചു എന്നുള്ള ന്യൂസ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഗോവ കാർബൺ ഇന്ന് 6% ഗെയിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊടാക് മഹേന്ദ്രനെ സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. വിപ്രോ CLS എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി വിപ്രോനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കത്തോലിക് സിറിയൻ ബാങ്ക് ഡെപ്പോസിറ്റ് 22% ഉയർന്നു. ടെലകോം മേഖലയിൽ AGR, അതായത് ആവറേജ്
റവന്യൂ പെർ യൂസർ എന്ന് പറയുന്നത് ഇപ്പോൾ 75,310 കോടി രൂപയിലേക്ക് വളർന്നു. ഗ്രോത്ത് ഏകദേശം 7% വർധനവൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതായത് ഇപ്പോഴത്തെ നിലയിൽ ഇത്രയധികം വളർച്ച കൈവരിക്കാൻ കാരണം ഒരു യൂസറിന് ഡേറ്റ ഉൾപ്പെടെയാണ് ഇപ്പോൾ റീചാർജ് ഉള്ളൂ. പക്ഷെ അത് മാറ്റുന്നുണ്ട്. നമുക്ക് ഡേറ്റ വേണ്ട, കോളും SMS വേണമെങ്കിൽ അതിൻ്റെ റീചാർജ് പ്ലാൻസ് എല്ലാം തന്നെ ഈ ഒരു ടെലികോം മന്ത്രാലയം അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മുന്നോട്ട് ഇവരുടെ റവന്യൂ കുറച്ച് കുറയാനായിട്ട് കാരണമായേക്കാം. GTL ഇൻഡസ്ട്രീസ് കമ്പനി ഇവരുടെ റെക്കോർഡ് സെയിൽസ് 14% ഇയർ ഓൺ ഇയർ കരസ്ഥമാക്കി. VPRPL കമ്പനി പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ന്യൂക്ലിയസ് കമ്പനി ഫെഡറൽ ബാങ്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. EV കമ്പനീസിനെ സംബന്ധിച്ചുള്ള ഒരു ന്യൂസ് ഉള്ളത്, ഈ നമ്മളുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അദ്ദേഹം EV കമ്പനികളിലായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിരുന്നു. ഈ EV കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇനി ദ്രുതഗതിയിലാക്കാനായിട്ടുള്ള ഒരു തീരുമാനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. EV കാറുകൾ ഇപ്പോൾ ആദ്യം തുടങ്ങി വെച്ചത് ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ അത് എത്തി നിൽക്കുന്നത് ഏറ്റവും അവസാനമായിട്ടുള്ള മാരുതി വരെ എത്തി നിൽക്കുന്നുണ്ട്. മാരുതിക്ക് EV കാർ ഇല്ലാന്നുള്ളൂ. EV കാറൊക്കെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ഹൈബ്രിഡ് ഉണ്ട് അല്ലേ, ടയോട്ട ആയിട്ടൊക്കെ സഹകരിച്ചിട്ട്. അപ്പോൾ ഇന്ത്യൻ കമ്പനി അല്ലാതെയുള്ള കമ്പനീസും EV കാറുകൾ ഉണ്ട്. BYD പോലുള്ള കമ്പനീസ് എല്ലാം തന്നെ വലിയ തോതിൽ സെയിൽ ചെയ്യുന്നുണ്ട് പുതിയതായിട്ട്. അപ്പം ഈ കമ്പനികൾ നിലനിൽക്കുമ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ അത് വലിയ തോതിൽ അവർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നുണ്ട്. പെട്രോൾ പമ്പുകളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചിട്ട് BPCLും ഭാരത് പെട്രോളിയം IOCയും എല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ടാറ്റ പവർ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. കേരളത്തിൽ കുറഞ്ഞ രീതിയിൽ ഉള്ളൂന്നുള്ളൂ. പക്ഷേ നോർത്തിലേക്ക് പോകുമ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ എനിവേ ഇതാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റ്. നാളെ രാവിലെ 7:00 നമുക്ക് പ്രീ മാർക്കറ്റായിട്ട് എത്താം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ ദുബായിൽ സെറ്റിൽ ചെയ്തോ, ദുബായിൽ വന്നത് പല ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എത്താൻ ശ്രമിക്കുക, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. കാരണം നമ്മൾ മൾട്ടിപ്പിൾ മെസ്സേജസ് ഒക്കെ എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മറുപടി പറയേണ്ടത്, നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് ആവശ്യമായെന്ന്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നാളെ എത്താം. താങ്ക് യു ഓൾ.